ഇത് നാഗടിച്ച് ഒരുത്തനെ കടിച്ചു കൊന്നാലും വിഷയമില്ല, നമുക്ക് മൃഗങ്ങളോട് സ്നേഹം. ഒരാമയും പറഞ്ഞു. അത്ര കണ്ട് അവഗണിക്കപ്പെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മൃഗങ്ങളെ എല്ലാം ഉൽപ്പത്തി വായിച്ചാൽ നമുക്ക് വേണ്ടി തന്നിരിക്കുകയെല്ലാം. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പന്നിയായിരുന്നു അവർക്ക് വിഷയം. പക്ഷെ പറഞ്ഞു, പന്നിയല്ലടാ എനിക്ക് വിഷയം. ആമേൻ. എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏറ്റെടുത്തോട്ട് ആമേൻ ഭയങ്കരവും അതിശയമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന കുഞ്ഞ്, നീ വിലയേറിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഒരാമയും പറഞ്ഞേ. ഞങ്ങൾക്ക് വലിയ പട്ടണങ്ങൾ തേടി പോകാമായിരുന്നല്ലോ, വലിയ ഹാളുകൾ ഞങ്ങൾക്ക് എടുക്കത്തില്ലെന്നല്ല. എന്താ ഞങ്ങൾ വന്നേ? ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, ഒരിക്കലൊരു ദൈവിക ഉപദേശി ക്ഷീണിതനായി പോയി അദ്ദേഹം വഴിയിൽ തലയിറങ്ങി വീണു. മരിച്ചെന്ന് വിചാരിച്ചു. വല്ലാത്തൊരു കോമാ സ്റ്റേജായി, ജീവനില്ല. അപ്പം മരിച്ചെന്ന് സ്ഥിരീകരിച്ച് വിദേശത്ത് നടന്ന സംഭവം. ഇദ്ദേഹത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പറഞ്ഞു, ഇവനൊരു ബഗർ എന്ന് അവർ പറഞ്ഞു, ഇവനെ നമുക്ക് കീറി കുറിച്ച് പഠിക്കാമെന്ന് പറയുമ്പോൾ ഇയാൾ പെട്ടെന്ന് ആ ബോധത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു നിങ്ങൾ പറഞ്ഞ അതേപോലെ ഒരു ബലഹീനനല്ലേലും ഒരു പിശക്കാരനാ ഞാൻ. പക്ഷെ നിങ്ങൾക്കറിയത്തില്ല, ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ വിലയാ. വിലയേറിയ രക്തം തന്നെ വീണ്ടെടുത്തതാ കുഞ്ഞെ, വിലയേറിയ രക്തം നിന്നെ വീണ്ടെടുത്തതാ. ഇന്ന് സൗജന്യമാ, ഇത് സൗജന്യമാ. ഞാൻ എപ്പോഴും പറയും, യേശുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളിക്ക് നോക്കി കോടിക്കണക്കിന് രൂപ വിലയുണ്ടെങ്കിൽ സാധാരണക്കാരന് അത് ലഭിക്കത്തില്ല. രാമൻ പറഞ്ഞു, ഇത് സൗജന്യമാ. അതുകൊണ്ടാ പറഞ്ഞ, മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നത്. കാരണം തന്റെ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തിനകത്തും താൻ വിളിച്ചു പറയുകയാണ് പാപമോചനം. നീ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, നീ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം ആമേൻ നീ നിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി നീ എന്തെല്ലാം കെട്ടിപ്പടുത്താലും, ഞാൻ നിന്നോട് പറയാം, പാപം നീ ഡീല് ചെയ്തില്ലെങ്കിൽ അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരാമേൻ പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞേ, എന്നാണ് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് പറയേണ്ടി വരും. ഒരാമേൻ പറഞ്ഞേ. അവന്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിച്ചേ ഒക്കത്തുള്ളൂ. കാരണം സകല മാനവജാതിയെയും അവന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയിരിക്കും. രാമൻ പറഞ്ഞാട്ട് ആ വചനത്തിന്റെ ശക്തി, ആ മാറ്റമില്ലാതെ പറഞ്ഞ ജീവന്റെ വചനം ഇവിടെ തളം കെട്ടി കിടക്കുക. മഴ പെയ്ത് വെള്ളം തളം കെട്ടി കിടക്കുന്ന പോലെ ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വിടുതൽ ഏറ്റെടുത്താട്ട് രാത്രിയിൽ നീ തകർന്നിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ച്, ആ പരാജയത്തിന്റെ കീഴിൽ നീ നിൽക്കാനല്ല. ഒരാമയും പറഞ്ഞാട്ട്, സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ദൈവത്തെ സ്തുതിച്ചാട്ട്. കർത്താവിന് നിന്നെ പെട്ടെന്ന് സൗഖ്യമാക്കാൻ വയ്യാഞ്ഞല്ല, പെട്ടെന്ന് ആ കെട്ടുകൾ അഴിക്കാൻ വയ്യാഞ്ഞല്ല. പക്ഷെ നീ പാപം ഡീൽ ചെയ്യണം. ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നിടത്ത് കർത്താവേ, ആമേൻ ഹല്ലേലൂയ, നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അടിയനിതാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ കർത്താവിനെ ഇതുവരെ യേശുവിനെ സ്വന്തം കർത്താവിന് ഇഷ്ടമായി ഏറ്റെടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആമേൻ, നിങ്ങളുടെ കരം നിങ്ങളായിരിക്കുന്നിടത്ത് ഉയർത്തിപ്പിടിച്ചാട്ട് പറഞ്ഞേ, കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. കർത്താവേ, നീ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് എന്നെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, എന്നെ വിടുവിക്കാൻ ശക്തിയുണ്ട്. കർത്താവേ, ഇതാ ഹല്ലേലൂയ, എൻ്റെ ഏത് വിഷയമാണേലും എൻ്റെ ആത്മാവാണല്ലോ കർത്താവ് വിഷയം. ഇത് അടിയൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. പറഞ്ഞാട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ. അവിടുന്ന് രാജാവായി വരണമേ. ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ ഈ രക്തത്തിന് നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. കുഞ്ഞേ, പിശാച് കളവ് പറയുന്നവനാണ്, അവൻ കള്ളനാണ്. യേശു പറഞ്ഞ അവൻ പോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനാണ്, അവൻ അപവാദിയാണ്. ഇന്ന് നിനക്ക് വേണ്ടി താണഭൂമിയിൽ ഇറങ്ങി വന്ന് ജീവനെ തന്നവൻ, ആ സ്നേഹം ഇന്ന് രാത്രിയിൽ നിന്നെ തൊടുകയാണ്. നിലവിളിച്ചാട്ട് കർത്താവിന്റെ മുമ്പിൽ. ആമേൻ. അതേ കർത്താവിന്റെ സ്നേഹവും അതേ കർത്താവിന്റെ സാന്നിധ്യവും ഇന്ന് നടുവിലുണ്ട്. അതേ കർത്താവ് നിന്നെ വിടുവിക്കാൻ തയ്യാറാണ്.